رمضان رمضان ليتك دوما السلام عليكم. قريب. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ അലി മുഹമ്മദ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനിൻ്റെ 4-ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ പല ആളുകളും ചോദിക്കുന്ന ചെറിയൊരു സംശയത്തെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. റമദാനിൻ്റെ നോമ്പിനാണെങ്കിലും നമസ്കാരത്തിനാണെങ്കിലും മറ്റു ഇബാദത്തുകൾക്കാണെങ്കിലും നീയത്ത് വെക്കേണ്ടതുണ്ടോ? ഇനി നീയത്ത് വെക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ്? നാവ് കൊണ്ട് ചൊല്ലി പറയണോ? എപ്പോഴാണ് ഇത് വെക്കേണ്ടത് എന്ന രൂപത്തിൽ പല സംശയങ്ങളും നീയത്തുമായി ബന്ധപ്പെട്ട് ആളുകൾ പറയാറുണ്ട്. ഇതിലൊന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നീയത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാൾ ഒരു അമല് ചെയ്യാൻ വേണ്ടി മനസ്സിൽ വിചാരിക്കുക എന്നതാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഓരോ മനുഷ്യന്റെ പ്രവർത്തനങ്ങളും സ്വീകരിക്കപ്പെടുന്നത് അവന്റെ നീയത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിർത്താതെ വീണ്ടും തുടർന്ന് പറയുകയാണ്, ആരെങ്കിലും എന്തെങ്കിലും ആഗ്രഹിക്കുകയാണെങ്കിൽ, ഉദ്ദേശിക്കുകയാണെങ്കിൽ അതവന് ലഭിക്കുന്നതാണ്. വളരെ കൃത്യമായി അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉദാഹരണത്തിലൂടെ ഈ വിഷയം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒരു മനുഷ്യൻ ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് ഹിജറ പോവുകയാണ്, പലായനം ചെയ്യുകയാണ്. ആ സമയത്ത് ആ മനുഷ്യൻ എന്താണോ ആ മനുഷ്യന്റെ മനസ്സിൽ നീയത്ത് വെച്ചത് അതിനനുസരിച്ചായിരിക്കും അയാൾക്ക് പ്രതിഫലം ലഭിക്കുക. അയാൾ ഇഹലോക ജീവിതത്തിന്റെ എന്തെങ്കിലും നേട്ടങ്ങളോ അവിമ്രഅത്തിൻ യൻകിഹുഹ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെണ്ണിനെ വിവാഹം കഴിക്കണം എന്ന ആഗ്രഹത്തോടു കൂടെയോ ആണ് ഹിജറ പോകുന്നതെങ്കിൽ എന്തിലേക്കാണോ അവൻ ഹിജറ പോയത് അത് അവന് ലഭിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അഥവാ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് നീയത്ത് വെച്ച് ഒരാൾ ഒരു കർമ്മം ചെയ്യുന്നിടത്താണ് അള്ളാഹു അവന്റെ കർമ്മം സ്വീകരിക്കുക. ഈ ഹദീസിൽ നിന്ന് വളരെ കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ നമുക്ക് ദൂരീകരിക്കാൻ പറ്റും. എന്ത് കർമ്മം നമ്മൾ ചെയ്യുകയാണെങ്കിലും അതിന് അള്ളാഹു നമുക്ക് പ്രതിഫലം നൽകണം, ഇതൊരു ഇബാദത്താണ്. ആ നിലക്കുള്ള മാനസികമായ ഉദ്ദേശം, നീയത്ത് ഉണ്ടായിരിക്കണം, നിർബന്ധമാണത്. എന്നാൽ അത് നാവ് കൊണ്ട് ചൊല്ലി പറയേണ്ടതുണ്ടോ? ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നത്, നീയത്തിന്റെ മഹല്ല് എന്ന് പറയുന്നത് അത് ഖൽബാണ്, ഹൃദയമാണ്. ഹൃദയത്തിലുള്ള വിചാരമാണ്, തോന്നലാണ് നീയത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് നീയത്ത് നാവ് കൊണ്ട് ചൊല്ലി പറയേണ്ടതില്ല, മനസ്സിൽ വിചാരിച്ചാൽ മതി. ഈ വിഷയം നമുക്ക് ബോധ്യപ്പെടാൻ ഒരു ചെറിയ സംഭവം ഞാൻ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം. അറബ് ലോകത്ത് ഏറ്റവും പ്രസിദ്ധനായ ഒരു വ്യക്തിയാണ് ഇബ്നു അഖീൽ അല്ലെങ്കിൽ ഇബ്നു ഉഖൈൽ എന്നൊക്കെ അറിയപ്പെടുന്ന മഹാപണ്ഡിതൻ. അദ്ദേഹം ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് ഭാഷാപരമായ അറബി ഭാഷയും അതിൻ്റെ വ്യാകരണങ്ങളും ഒക്കെ ആയി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് അദ്ദേഹത്തിന്റെ പ്രാഗൽഭ്യം അദ്ദേഹം തെളിയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ അടുത്തൊരു മനുഷ്യൻ നീയത്തുമായി ബന്ധപ്പെട്ട ഒരു സംശയം ചോദിക്കാൻ വേണ്ടി വന്നു. അയാൾ ഇബ്നു ഉഖൈലിനോട് ചോദിച്ചു, എനിക്ക് വലിയൊരു സംശയമുണ്ട്, അത് നിങ്ങൾ തീർത്തു തരണം. എന്താണ് നിങ്ങളുടെ സംശയം എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറയാണ്, എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ നമസ്കരിക്കാൻ വേണ്ടി പുറപ്പെട്ടു. അങ്ങനെ ഞാൻ ഒരു ജലാശയത്തിൽ ചെന്ന് വുളൂ ചെയ്തു. അതിനുശേഷം നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോയി. പള്ളിയിൽ വെച്ച് നമസ്കരിച്ച് തിരിച്ചിറങ്ങിയപ്പോഴാണ് ഞാൻ നീയത്ത് വെച്ചിട്ടില്ലല്ലോ എന്ന് എനിക്ക് തോന്നിയത്. ഇദ്ദേഹത്തിന്റെ ചോദ്യം, എൻ്റെ നമസ്കാരം സ്വീകാര്യയോഗ്യമാകുമോ, എൻ്റെ നിസ്കാരം സ്വീകരിക്കപ്പെടുമോ എന്ന് ചോദിക്കുന്ന ഈ മനുഷ്യനോട് ഇബ്നു ഉഖൈൽ വളരെ ലളിതമായി തമാശ രൂപത്തിൽ വളരെ കൃത്യമായ ഉത്തരം പറഞ്ഞു. ആ ഉത്തരം ഇങ്ങനെയായിരുന്നു, നിങ്ങൾക്കൊരിക്കലും നിസ്കാരം തന്നെ നിർബന്ധമാവുകയില്ല. ആ മനുഷ്യൻ ഈ പണ്ഡിതനോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ട് എനിക്ക് നമസ്കാരം നിർബന്ധമാകുന്നില്ല? ആ സമയത്ത് ഇബ്നു ഉഖൈൽ പറയുന്നു, ഒരു മനുഷ്യന് നമസ്കാരം നിർബന്ധമാകണമെങ്കിൽ അയാൾക്ക് ബുദ്ധിസ്ഥിരതയുണ്ടാകണം. നിങ്ങൾ ഭ്രാന്തനാണ്. ഒരു ഭ്രാന്തനായ മനുഷ്യൻ ഒരിക്കലും നമസ്കാരം നിർബന്ധമാവുകയില്ല. ഇയാൾ വീണ്ടും ചോദിക്കാണ്, ഞാൻ എങ്ങനെ ഭ്രാന്തനാകും? നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നു? നിങ്ങൾ എന്താണ് എന്നെ ഭ്രാന്തൻ എന്ന് വിളിക്കാൻ കാരണം? ആ സമയത്ത് വളരെ ലളിതമായി ഇബ്നു ഉഖൈൽ മറുപടി പറഞ്ഞു വന്നാണ്, നിങ്ങൾ വീട്ടിൽ നിന്ന് നമസ്കരിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ജലാശയത്തിൽ പോയി, അവിടെ ചെന്ന് നിങ്ങൾ വുളൂ എടുത്തു, എന്നിട്ട് നിങ്ങൾ നമസ്കരിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി പള്ളിയിൽ പോയി, അവിടെ ചെന്ന് അള്ളാഹുവിന്റെ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട് നിങ്ങൾ നീയത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ നിസ്കരിച്ചു. അതിനുശേഷം പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി നിങ്ങൾ ചോദിക്കുന്നു, എൻ്റെ നിസ്കാരം ശരിയാകുമോ, ഞാൻ നീയത്ത് വെച്ചിട്ടില്ലെന്ന്. അഥവാ
ആ നീയത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ മനുഷ്യൻ നമസ്കരിക്കുന്ന സമയത്തും വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തും ജലാശയത്തിലേക്ക് പോകുമ്പോഴും അവിടെ നിന്ന് പോരുമ്പോഴും ഒക്കെ ആ മനുഷ്യന്റെ മനസ്സിലുള്ള ആ വിചാരമാണ്, ആ കരുതലാണ്, മനസ്സിന്റെ ആ ആഗ്രഹമാണ്. അതുകൊണ്ട് ആ ആഗ്രഹമുണ്ടെങ്കിൽ അതുതന്നെയാണ് നീയത്ത്. നീയത്ത് വെച്ചിട്ടും നീയത്തില്ല എന്ന് ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ പറയുകയില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, വളരെ ആത്മാർത്ഥമായി നമ്മൾ ആലോചിക്കുക. നമ്മുടെ ജീവിതത്തിൽ പല ആളുകളും പലപ്പോഴും പരിശുദ്ധ റമദാനായി കഴിഞ്ഞാൽ, അതുപോലെ തന്നെ നമസ്കാരത്തിന്റെ സമയത്ത്, നോമ്പിന്റെ, വുളൂഇന്റെ ഒക്കെ സമയത്ത് പല രൂപത്തിലുള്ള നീയത്തിന്റെ വചനങ്ങൾ ചൊല്ലി പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് നീയത്തെടുക്കേണ്ടത് എന്ന് നമ്മുടെ നാട്ടിൽ ആരൊക്കെയോ പരിചയപ്പെടുത്തുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ടാണ് പലപ്പോഴും ഇത്തരം സംശയങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക, നീയത്തിന്റെ സ്ഥാനം ഹൃദയമാണ്, മനസ്സിലുള്ള വിചാരമാണ്. ആ നിലക്ക് തന്നെ നമ്മൾ നീയത്തുമായി മുന്നോട്ട് പോവുക. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത രൂപത്തിൽ അക്ഷരങ്ങളായി, വാക്കുകളായി ചൊല്ലിപ്പറയുന്ന അവസ്ഥയിൽ നാം നീയത്തെടുത്താൽ ഒരുപക്ഷെ അത് നമുക്ക് പുണ്യത്തിനേക്കാളേറെ ശിക്ഷ ലഭിക്കുന്ന ബിദ്അത്തുകളിലേക്ക് എത്തിച്ചേരുമെന്ന ബോധം നമുക്കുണ്ടാകണം. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു ഏറ്റവും നല്ല രൂപത്തിൽ അവന്റെ മതത്തെ മനസ്സിലാക്കാനും ഇബാദത്തുകളെ പഠിക്കാനും അത് അനുഷ്ഠിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. رمضان يا حبيبي